രേണുവിൻ്റെ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നലെ കാണാം കിച്ചു ഒരു വീഡിയോ ഇട്ടു. രേണുവിന് സുഖമില്ലാതായി. രേണുവിനെ കാണാൻ കിച്ചു ഹോസ്പിറ്റലിൽ പോയില്ല, വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് രംഗത്ത് വന്ന് എന്തുകൊണ്ട് കിച്ചു രേണുവിനെ കാണാൻ പോവാത്തത്. ചിലർ നല്ലതുപോലെ പറയുന്നുണ്ട്, മോനെ നീ പോയി അമ്മയെ കാണണേ എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, ഓ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ പോയൊന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ 21-22 വയസ്സല്ലേ ആയുള്ളൂ, ആ മകനെ സൈബർ ബുള്ളിങ്ങിന് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ചിലരെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ പിന്നിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ രേണുവിന് സുഖമില്ലാത്തത് കൊണ്ട് ആരും ഒന്നും ഇപ്പോൾ പറയുന്നില്ല. രേണു വന്ന് പ്രാർത്ഥനകളും അതും ഇതുമൊക്കെ ആയി അങ്ങനെ അസുഖ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. രേണു ചെയ്തത് ഒരിക്കലും ശരിയായ കാര്യമാണെന്ന് അംഗീകരിക്കാനും പറ്റൂല. പിന്നെ ഇങ്ങനെ ആയതിൻ്റെ പേരിൽ എല്ലാവരും പിന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. രേണു ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും എല്ലാം തെണ്ടിത്തരമാണ് രേണു ചെയ്തത്. ആ തെണ്ടിത്തരങ്ങളെല്ലാവരും അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ രേണുവിന് സുഖമില്ല എന്നറിഞ്ഞുകൊണ്ട് ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ആ മകൻ അമ്മയെ കാണാൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ രംഗത്ത് വന്നിട്ട് ആ മകൻ പറയുന്നത് ഒന്ന് കേൾക്കാം. ഒരു അമ്മയെ കാണാൻ പോകുന്നത് അത് മകൻ്റെ ഇഷ്ടമാണ്. അവന് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അത് അവൻ അങ്ങനെ പോവാതിരുന്നത്. അതിന് ഇപ്പം ആരും ഒന്നും കൊടുക്കുന്നില്ല. രേണു 50-100 ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം അതും കൊടുക്കൂല എന്ന് രേണു വെളിപ്പെടുത്തിയതിൻ്റെ കാര്യം സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയതിന് ശേഷം അല്ലാതെ ആൽബങ്ങളിലായിരുന്നാലും വെറും മോശമായിട്ടുള്ള രീതിക്കുള്ള രംഗങ്ങൾ ഈ മോൻ കാണാനിടയായി, ഈ മകൻ തന്നെ നേരിൽ കാണാനിടയായി. അതുകൊണ്ട് ഈ മകൻ എതിർപ്പായിരുന്നു. അവന് 10-22 വയസ്സായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആ മകന് എതിർപ്പ് കാണും. ഋതപ്പനാണെങ്കിൽ ഇപ്പോൾ കൊച്ചുകുട്ടിയാണ്, അവനറിയില്ല, അമ്മ എന്ത് കാണിച്ചാലും അറിയില്ല, അവനെല്ലാം അങ്ങ് ചിരിച്ച് കളയും. കുറച്ചുകൂടെ വലുതാവുമ്പോഴേ ആ മകനും ഇതിനെപ്പറ്റി മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ആ മകൻ അതിന് മൗനം പാലിച്ചിരുന്നു. ആരെന്ത് പറഞ്ഞാലും ആ മകൻ തിരിച്ചൊന്നും പറയാതെ അവൻ മൗനമായിട്ട് മുന്നോട്ട് പോയി. രേണു 50-100 കൊടുക്കുന്നു, 50-100 കൊടുക്കുന്നു, 500 കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ പിന്നിൽ നിന്ന്, അതുപോലെ ജാസി അവരിലുള്ളവരെല്ലാവരും കൂടെ വന്നിട്ട് ഈ കുട്ടിയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഒരുപാട് അനുഭവിച്ചു. അതിനുശേഷമാണ് അവൻ്റെ ജീവിത കഥകൾ, അവനുണ്ടായ അനുഭവങ്ങൾ അവൻ വന്ന് പറയുന്നത്. അവൻ്റെ 2 വയസ്സായപ്പോൾ അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു പോയി. പിന്നെ അതിനുശേഷം അച്ഛൻ പോയി അടുത്ത വേറൊരു സ്ത്രീയെ കണ്ട കല്യാണം കഴിച്ചു. പിന്നെ വീണ്ടും 3ാമത് വീണ എന്ന് പറയുന്ന സ്ത്രീ. ആ 2 സ്ത്രീകളിൽ നിന്നുമാണ് ഈ രേണു അതിൻ്റെ ഇടയിൽ ചെന്ന് കയറിയാണ് ആ കുടുംബത്തെ അവരെയൊക്കെ കളയാനുള്ള ഇടയായത് സുധി. അപ്പോഴാണ് രേണു അങ്ങോട്ട് ചെന്ന് ഇവരിടയിൽ ചാടുന്നു. പിന്നെ അതിനായിട്ട് സുധിയെ രേണുവിന് വേണം. അതിന് വേണ്ടിയിട്ട് കിച്ചുവിനെ വശത്താക്കിയിട്ട് കിച്ചുവിനെയാണ് തന്ത്രപൂർവ്വം എടുത്തുകൊണ്ട് പിന്നെ അവർ കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് രേണു പറയണത്, കിച്ചുവിനെ ഞാൻ എടുത്ത് വളർത്തിയതാണ്. ഇതിൻ്റെ അനുഭവങ്ങൾ കിച്ചുവിന് ഒരുപാടുണ്ടായി. രേണുവിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, അതായത് രേണുവിൽ നിന്നും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത് ഈ മകൻ വന്ന് വെളിപ്പെടുത്തി. രേണുവിനെ കാണാൻ പോവാത്തത് കൊണ്ട് കിച്ചുവിനെ ഒരുപാട് മോശമായ രീതിക്ക് ഒരുപാട് പേര് അതും ഇതുമൊക്കെ പറഞ്ഞു. അപ്പം അതിന് കിച്ചു മറുപടി പറയണതെന്ന് കേൾക്കാം. പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കിച്ചു എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ. അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നിൽ നിന്ന് ഒരുപാട് പേര് കിച്ചുവിനെ ആക്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കമൻറ്റിലൂടെ ആയിരുന്നാലും പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിച്ചുവിനെ വെറും മോശമാക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു അങ്ങനെ വന്നവരുണ്ട്. രേണുവിൻ്റെ പിന്നിൽ നിന്നും ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് രേണുവാണ് കിച്ചുവിനെ അങ്ങനെ അതിലോട്ട് ഇട്ടുകൊടുത്തത് രേണുവാണ്. അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. അതിന് ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അച്ഛനുള്ള സമയത്ത് തന്നെ രേണു ഒരുപാട് കിച്ചുവിനെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. രേണുവിൻ്റെ കുടുംബക്കാർ ഉപദ്രവിച്ച കാര്യങ്ങൾ കിച്ചു പറയുന്നുണ്ട്. അച്ഛൻ പേടിച്ചിട്ടാണ് അച്ഛൻ പോലും ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കണത് മറ്റുള്ളവർ കാണാതെയാണ് കൊണ്ട് കൊടുക്കുന്നതെന്നും ഈ കുട്ടി റൂമിനകത്ത് അടച്ചിരിക്കുന്നതായിട്ടും എല്ലാം കിച്ചു പറയുന്നുണ്ട്.
അങ്ങനെ ഉണ്ടെങ്കിൽ ആ രണ്ടാനമ്മയല്ല, അല്ലെങ്കിൽ പോട്ട് മൂന്നാലാമനെ അമ്മ ആവട്ട്, രേണുവാണ് പിന്നെ നിലവിലുണ്ടായിരുന്നത്. ആ അമ്മ വന്നിട്ട് ആ കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കൂലേ, അങ്ങനെ പോലും കൊടുക്കാതെ ഈ കുട്ടി റൂമിനകത്ത് അടച്ചിരിക്കുന്നതായിട്ട് അവൻ വന്ന് പറഞ്ഞായിരുന്നു. അവന് ഭയങ്കര വിഷമമായിട്ട്. പിന്നെ അതുപോലെ സുധി മരിച്ചതിന് ശേഷം ഇവൻ മാനസികമായിട്ടങ്ങ് തളർന്ന സമയത്ത് അച്ഛനില്ല, ആകെ ഉണ്ടായിരുന്ന ഒരു തുണ അച്ഛനായിരുന്നു. സുധി ഉള്ള സമയത്ത് തന്നെ സുധി കിച്ചുവിൻ്റെ അടുത്ത് മിണ്ടോങ്കിൽ രേണു അതിന് ഭയങ്കര ഇതൊക്കെ കാണിക്കുമായിരുന്നു. സുധി ഷൂട്ടിന് പോകുന്ന സമയത്ത് കിച്ചു കൂടെ പോകുന്നത് രേണുവിന് ഇഷ്ടമല്ലായിരുന്നു. അതിനൊക്കെ ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്. വെറും ഈ മോനെ ഒറ്റപ്പെടുത്തി 2 വയസ്സായപ്പോൾ ഈ അമ്മ കളഞ്ഞിട്ട് പോയതാണ്. അപ്പോഴേ അതിനെന്ത് വേദന കാണും. അതുകൊണ്ടാണ് രേണു അങ്ങോട്ട് സ്നേഹം കാണിച്ചപ്പോൾ ഈ കുട്ടി അച്ഛനെ കൊണ്ട് തന്നെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച്. എന്തുകൊണ്ടാണ് ആ മകനോട് സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് രേണുവിൻ്റെ സ്വഭാവം മനസ്സിലായത്. ഈ അമ്മയ്ക്കും എൻ്റെ അടുത്ത് സ്നേഹമില്ല, ഞാൻ ഒറ്റപ്പെട്ടു. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ആകെ കൊണ്ട് മൊത്തത്തിൽ ഒറ്റപ്പെട്ടു. രേണുവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുന്നുണ്ട്. അതിന് അമ്മയെ കാണാൻ പോയി. പിന്നെ കിച്ചു ഇന്നലെ വന്നിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് അമ്മയെ കാണാൻ പോകുമ്പോൾ അമ്മ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. കിച്ചു വീട്ടിൽ പോയപ്പോൾ അവിടെ ആരുമില്ല, ഋതപ്പനുണ്ടായിരുന്നു. ഋതപ്പനും കിച്ചുവായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് പോസ്റ്റ് ചെയ്തതൊക്കെ കണ്ടായിരുന്നു. ഇപ്പം രേണു വന്നിരുന്ന് തള്ളുന്നുണ്ട്, ഋതപ്പന് കിച്ചു ഒന്നും കൊടുക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. രേണു സുഖമില്ലാതെ കിടന്നിട്ട് പ്രാർത്ഥനയും അതൊക്കെ ആയിട്ട് രേണു ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായിരുന്നാലും രേണു ഏതും കണ്ടൻ്റാക്കി രേണുവിൻ്റെ ചാനലിലൂടെയൊക്കെ ഇടുന്നുണ്ട്. ആരോ എടുത്തു വെച്ച് പ്രതികരിച്ചു അമ്മയെ കാണാൻ പോകുന്ന കാര്യം. അതൊന്ന് കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. ഇത് നാട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിലല്ല കിച്ചു പോവാൻ തീരുമാനിച്ചത്. കിച്ചു അങ്ങനെ പറഞ്ഞതാണ്. പലരും അവനെ ഓരോന്ന് പറഞ്ഞത് കൊണ്ടാണ് കിച്ചു ആ ഒരു വാക്ക് അവിടെ പറഞ്ഞത്. അല്ലാതെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിലല്ല. അവന് ഒരുപാട് കാര്യങ്ങളാവൂലേ. അവന് ഈ പറഞ്ഞ കാര്യം ഒന്നും കൊടുക്കാനില്ല. അത് പ്രമോഷനും പിന്നെ അതുപോലെ അതിൻ്റെ യൂട്യൂബ് ചാനലും വേറെ എന്തൊക്കെയോ ഷോപ്പ് അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ നടത്തിയാണ് അതിൻ്റെ ഉപജീവന മാർഗം കഴിഞ്ഞു പോണത്. അപ്പോൾ വന്നിരുന്നും കൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇതാരോ ചെയ്യിക്കണതായിട്ടാണ് തോന്നുന്നത്. ഇത് മനഃപൂർവ്വം കിച്ചുവിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യിക്കണതാണ്. അപ്പോഴേ ഈ ഒരു കുട്ടി ഈ പ്രായത്തിൽ ഇത്രയും കേൾക്കണമെന്ന് വെച്ചാൽ അത് വിഷമം തന്നെയാണ്. രേണു 10-40 വയസ്സ് വരെയെങ്കിലും, അല്ലെങ്കിൽ പോട്ട് 35 വയസ്സ് വരെയെങ്കിലും രേണു അടിച്ചു പൊളിച്ച് സുഖമായിട്ട് കഴിഞ്ഞു. ഇതിന് അച്ഛനും ഇല്ല. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇതേപോലത്തെ വേദന ഇപ്പം എത്രയോ വർഷം കൊണ്ട് ഇത് അനുഭവിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ കുട്ടിയെ ഈ നെഗറ്റീവിലോട്ട് ഇട്ടുകൊടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാനായിട്ട് ഇട്ടുകൊടുക്കണത് രേണു സമ്മതിച്ചു തരുന്നു. സുഖമില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം രേണു ചാടിപ്പാഞ്ഞ് എഴുതിച്ചിരുന്നും കൊണ്ട് കിച്ചുവിനെ ഓരോന്ന് പറയുന്നുണ്ട്. എൻ്റെ കിച്ചു ഞാൻ കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. എടുത്തു നോക്കിയ അമ്മയുടെ കാര്യമൊന്നും പറയാതിരിക്കണേണ് നല്ലത്. എടുത്തു നോക്കിയ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് കൊടുത്തെന്നാണ് പറയണത്? 50-100 അതിന് കൊടുക്കുമായിരുന്നു. അതുവരെ രേണു സോഷ്യൽ മീഡിയയിൽ ചെന്നിരുന്ന് രേണുവിൻ്റെ പിന്നിൽ നിൽക്കണവരെ കൊണ്ട് അത് വീഡിയോ ചെയ്യിക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അവൻ 500 കൊടുത്ത് 1000 കൊടുത്തെന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ രേണുവിന് മനസ്സിൽ ഒരു മകന് കൊടുക്കാൻ, മകനെന്ന പോട്ട് രേണുവിൻ്റെ മകനല്ല, സുധീര മകനാണ് പോലെ 2ആനമ്മ അല്ലെങ്കിൽ 4ആനമ്മ ആവട്ടെ. രേണു അത് പബ്ലിക്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വന്തമായിട്ട് ഒരു ഫോൺ കോളിലൂടെ ആയിരുന്നാലും രേണു അത് പറഞ്ഞ് അതിനെന്താണെന്ന് വെച്ചാൽ ഒരു തീർപ്പ് കാണുമായിരുന്നു. ഇത് മൊത്തത്തിൽ ആ കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തത് രേണു മാത്രമാണ്. അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ആ കുട്ടി അമ്മേരെ വില എന്തോന്ന്, അമ്മേരെ വില ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിൻ്റെ സ്വന്തം അമ്മയെന്ന് പറയണ അമ്മ 2 വയസ്സിൽ പോയതാണ്. അത് അമ്മേരെ വില എന്താണെന്ന് അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനിൽ നിന്നും പല തെറ്റുകളുണ്ടാവും. അതായത് അച്ഛനില്ല,
അത് സ്വന്തം അമ്മയില്ല. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി ഏതൊരു മക്കളായിരുന്നാലും അവർക്ക് പല പല ഇതുണ്ടാവും. അവർ പല പല കാര്യങ്ങളിൽ വഴിതെറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പുത്തരിയല്ല. ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനം. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ രേണു വെറും വൾഗറായിട്ടുള്ള വേലകൾ രേണു അതിൽ കാണിച്ചു കൂട്ടി. കുട്ടാ മോനെ എന്നുള്ള വിളിയും അല്ലാതെയുള്ള നാക്കുകൊണ്ടുള്ള ആക്ഷനും അതുപോലെ തുണി വലിച്ചു പറിച്ചെറിയണ രംഗങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ മകനും കണ്ടതാണ്. രേണുവിൻ്റെ ചെറിയ മകനായ ഋതപ്പനും ഇതറിയാം. ഋതപ്പൻ ഇപ്പോഴല്ല പറയണം, കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇത് പറഞ്ഞെന്നിരിക്കും. കുറച്ചുകൂടെ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവൻ്റെ ആ കൂട്ടുകാരായിക്കോട്ടെ എല്ലാവരും പറഞ്ഞെന്നിരിക്കും. ഇപ്പോഴല്ല പറയണം. രേണുവിൻ്റെ പിന്നിൽ നിന്ന് ചെയ്യിക്കാൻ പലരും കാണും. അത് രേണു ഒന്നും മനസ്സിലാക്കിയാൽ രേണുവിന് കൊള്ളാം. ഈ മകന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഷമമുള്ളത് കൊണ്ടാണ് ഈ മകൻ അമ്മയുമായിട്ട് സഹകരിക്കാത്തത്. വേറൊന്നുമല്ല. 22 വയസ്സായ മകനല്ലേ, അവനെ അറിയാറായതാണ് രേണു. അതുകൊണ്ടാണ് കാര്യം. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. കറക്റ്റാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പിള്ളേരാണ് ഇപ്പോൾ കൂടുതലും. ചിലരാണെങ്കിൽ പറയും, ഓ അതിനെന്ത്, അവളിത്തിരി തുണി മാറ്റി കളിച്ചതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി മറ്റത് ചെയ്തതല്ലേ ഉള്ളൂ, അതിന് അവൾക്ക് അസുഖം വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് വരണവരുണ്ടാവും. ചിലർക്ക് അസൂയ മൂത്ത ഓരോന്ന് പറയണവരുണ്ടാവും. എല്ലാം ഉണ്ടാവും. ഇതിനെ എതിർത്ത് പറയുന്നവരെടുത്ത് അസൂയ മൂത്ത ഓരോരുത്തരും അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിടണവർ കാണും. നല്ലതായിട്ട് പറയണവർ ഒരുപാട് പേരുണ്ട്. ഈ മകൻ അത് വിഷമമായിരുന്നു. അതുകൊണ്ടാണ് ഈ മകൻ രേണുവായിട്ട് സഹകരിക്കാത്ത. അല്ലാതെ രേണു ഒരുപാട് കാര്യങ്ങൾ മകനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ചറിയും. രേണു കാണിച്ചത് രേണുവിന് മോശമായിട്ട് തോന്നുന്നില്ല. 2.5 ലക്ഷം 3 ലക്ഷം വരെ രേണുവിന് അതിൽ നിന്ന് 1 മാസം കിട്ടുന്നുണ്ട്. 1 മാസം തികയും മുമ്പ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എടുക്കാൻ പോയില്ല, ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്ന് അമ്മേനെ ഋതപ്പനെ കണ്ടു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കിച്ചു പറയുന്നുണ്ട്. പക്ഷേ രേണു അപ്പുറത്ത് വന്നിരുന്നും കൊണ്ട് ഈ കിച്ചുവിൻ്റെ വീഡിയോയ്ക്ക് പ്രതികരിച്ച് പറയുന്നുണ്ട്, അവന് ഋതപ്പനൊന്നും കൊടുക്കൂല, ഒരു മുട്ടായി പോലും കൊടുക്കൂല, അതൊക്കെ കള്ളമാണെന്ന് നമുക്കറിയാം. ഇത്രയും സുഖമില്ലാതെ ഇരുന്നിട്ട് പോലും രേണു അവിടെ ഒരു സ്ഥലത്തിരുന്നും കൊണ്ട് ചാടി എഴീച്ചില്ല. പാറമടയിൽ പാമ്പ് പാറമടയിൽ തലയെത്തി ഇങ്ങനെ നോക്കും കണക്ക് രേണു തലയെത്തി നോക്കിയിട്ട് തലയെത്തി ചാടി എഴീച്ചിരുന്നും കൊണ്ട് രേണു എന്തൊക്കെയാണ് പറയണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ഈ കൊച്ചിനെ സൈബർ ബുള്ളിങ്ങിന് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങനെ അവിടെ പോയി ഇവിടെ പോയി, അവൻ എന്തെന്ന് പണ്ട് ഏതോ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. രാഹുൽ ദാസ് എന്നാണ് യവൻ്റെ പേര്. അതിനെന്ത് രാഹുൽ സുധി എന്നാണ് രേണു. നിനക്ക് രേഷ്മ തങ്കച്ചൻ എന്നുള്ള പേര് പിന്നെ രേണു സുധീന്നാക്കിയില്ലേ? രേണുവിനെ കാട്ടിയും ബന്ധമാണ് ആ പിതാവും ആ മകനും തമ്മിലുള്ള ബന്ധം. രാഹുൽ സുധി എന്നാണ് അവൻ്റെ പേര്, അല്ലെങ്കിൽ കിച്ചു സുധി. അതിൽ നിനക്കൊരു അവകാശവും പറയാനില്ല. രാഹുൽ ദാസ് എന്ന് പറയണോ? സ്വന്തം അച്ഛൻ്റെ പേര് അവിടെ ചേർത്ത് വെക്കുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. അഭിമാനം മാത്രമേ ഉള്ളൂ. നിനക്ക് ചേർക്കാമല്ലോ. ഇന്നലെ കയറി വന്ന സുധിയുടെ ജീവിതത്തിൽ ഇന്നലെ കയറി വന്ന നിനക്ക് രേണു സുധി എന്ന് ചേർക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു സ്വന്തം മകന്
കിച്ചു സുധി എന്നും രാഹുൽ സുധി എന്നും ചേർക്കാൻ വയ്യാത്തത്? നീ വന്നിരുന്നു കൊണ്ട് രേണു വന്നിരുന്നോണ്ട് പ്രസംഗിക്കും രാഹുൽ എന്തായിരുന്നു ദാസ്, രാഹുൽ ദാസ്, അവൻ രാഹുൽ ദാസ്. ഇത്രയും ഇതായിട്ടും പൊന്നു രേണു എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കണത്? എന്തിനാണ്? നീ പറയുന്നുണ്ടല്ലോ നീ എടുത്ത് വളർത്തിയ മകനാണ്, ശരിയാണ്, നീ നോക്കിയിട്ടില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇളയ മകനെ പോലും നോക്കിയിട്ടില്ല. 2 മാസം 3 മാസം കൂടിയാണ് ആ വീട്ടിൽ കയറിപ്പോലും വരുന്നത്. അതുപോലെ കിച്ചു അവൻ വലുതായി, അവൻ അവൻ്റെ അച്ചാമ്മേരെ കൂടെയാണ്. പിന്നെ രേണു പറയുന്നുണ്ട് കിച്ചു എന്തോന്ന് കൊല്ലത്ത് നിന്ന് അവരെ കൂടെ പോവാൻ വയ്യ എന്ന് പറയുന്നു, അച്ഛൻ്റെ അമ്മേരെയും കൂടെ ഞാൻ നിൽക്കുന്നോള് എന്ന് പറയുന്നു. ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ട് വന്നല്ലേ മകനെ, ഇനി നീ മകൻ അവിടെ നില്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി അറിവില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കൊട്ടി ഘോഷിക്കണത്? അമ്മേനെ കാണാൻ പറ്റിയില്ല, അമ്മേനെ കാണാൻ ഇപ്പം പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. അപ്പം ഇതൊക്കെയാണ് കിച്ചു പറഞ്ഞത്. അത് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നുള്ളത് തന്നെ അവനും പ്രാർത്ഥിക്കണം, ലോകത്തുള്ള ജനങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് കിച്ചു പറഞ്ഞത്. അതിൽ രേണു വന്നിരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണ കേട്ടപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രേണുവിനെ കൊണ്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറഞ്ഞത് കിച്ചു ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത്. നിങ്ങൾ ചാറ്റ് കാണും, കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. കിച്ചു ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് രേണു. അത് തുടങ്ങണം, നല്ല കാര്യമല്ലേ? എന്തെല്ലാം കണ്ടന്റ് ഇടുന്നു. ഇതുപോലെ നാക്കിട്ട് ഇങ്ങനെ ഇല്ല പോത്ത് കറക്കും കണക്കും തുണി വലിച്ച് പറിച്ചെറിയണ കണക്കല്ലല്ലോ. അവനും വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുമെന്നാണോ? എന്നിട്ട് എവള് പറയുന്നുണ്ട് എത്ര 500 സബ്സ്ക്രൈബ് ആയെന്നോ ഒക്കെ പറഞ്ഞ്, അതൊക്കെ നല്ല കാര്യം, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും 180 എന്നാ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് കണക്കുകൾ പറയുന്നുണ്ട്. അപ്പം യവന് പൈസ ചോദിച്ചായിരിക്കും, അവർ പൈസ ചോദിച്ചതായിട്ട് പറയുന്നു. 100, 180, 200 ഇവള് കൊടുക്കുമായിരുന്നു, രേണു കൊടുക്കുമായിരുന്നു. അപ്പം ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് വരെ ഞാൻ പൈസ കൊടുത്തു എന്നാണ് പറയണത്. രേണു അത് മനസ്സിലാക്കണം. രേണു അവൻ വിചാരിച്ചില്ല, സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് വിചാരിച്ചപ്പോൾ നല്ല കണ്ടന്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള വെറും മോശമായിട്ടുള്ള രീതിക്കുള്ള കണ്ടന്റ് ആണ് എന്ന് വിചാരിച്ച. എന്നിട്ട് നാക്ക് നീട്ടിയിട്ട് കുട്ടന്മാരെ വാ, മണിക്കുട്ടന്മാരെ വാ, ഇങ്ങനെയൊക്കെയാണോ പറയാനുള്ളത്? പിന്നെ തുണി വലിച്ചു പറിച്ച് എറിയണത് പല ഇതിലും കണ്ടതാണ്, പല സബ്സ്ക്രിപ്ഷനിലും കണ്ട്. ഇതൊക്കെ വെറും മോശമല്ലേ രേണു? പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെ ഈ കുട്ടിയുടെ വേദന, ഈ മകൻ്റെ വേദന കണ്ടുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതൊന്നും ശരിയായ കാര്യമല്ല. രേണു വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ന്യായീകരണം. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തതിന്ന് വരെ പണം വാങ്ങിച്ചെന്ന്. ഇത് ഈ മകൻ കണ്ട് രേണു, അതുകൊണ്ടാണ് ആ മകൻ അതിന് നിനക്ക് കമൻ്റ് ഇട്ടത്. രേണുവിന് കമൻ്റ് ഇട്ടതിൻ്റെ കാര്യം അതാണ്. ഇത് ശരിയല്ല, ഋതപ്പം കാണുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടപ്പോൾ രേണു തിരിച്ച് ന്യായീകരിച്ചു. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് 3 ലക്ഷത്തോളം കിട്ടുന്നുണ്ടെന്ന്. അതൊരു മകൻ്റെ അടുത്ത് പറയണ ശരിയാണ്? അങ്ങനെയാണെങ്കിൽ രേണു അവിടെ വെച്ച് ക്ലോസ് ചെയ്യണമായിരുന്നു. ഉള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. മോൻ ഗുഡെന്ന് പറഞ്ഞതിന് കാര്യമുണ്ട്. അന്ന് ആദ്യം രേണു തെണ്ടിത്തരം കാണിച്ചില്ല, മര്യാദയ്ക്കാണ് വന്നിരുന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. പിന്നെയാണ് രേണുവിന് പൈസ കൂട്ടാൻ വേണ്ടി മണിക്കുട്ടന്മാരെ എല്ലാവരെയും കൂടെ വിളിച്ചത്. പിന്നെയാണ് ബാക്കിയുള്ള പ്രവൃത്തി എല്ലാം രേണു കാണിച്ചത്. അത് ആ മോന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആ മോൻ പ്രതികരിച്ച് വന്നത്. ആ മോൻ പ്രതികരിച്ച് വന്നപ്പോൾ രേണുവിന് ഇഷ്ടമില്ലാതെയായി. കൂടെ ബാക്കിൽ നിൽക്കുന്നവരെല്ലാം രേണുവിനെ കൊണ്ട് ചെയ്യിച്ചു. രേണു ചെയ് പണം മതി എന്തരാ ചെയ്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. അമ്മ ഇത് ശരിയല്ല, ഇത് ഋതപ്പം കാണും, അവൻ്റെ സ്കൂളിലുള്ള കുട്ടികൾ കാണും, കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന് രേണു പറഞ്ഞത്? 3 ലക്ഷം കിട്ടിയെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞ ഒരു മകനോട്? അറിയാറായ ഒരു മകനല്ലേ, കൊച്ചുകുട്ടിയല്ലല്ലോ അവൻ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞോട്ട്. അപ്പൊ കിച്ചു എന്താ എന്നോട്? അത് അന്ന് രേണു തെണ്ടിത്തരം കാണിക്കാത്തത് കൊണ്ട്. രേണു അന്ന് മര്യാദയ്ക്കാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്, നല്ലതുപോലെയാണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് അവന് വേറൊന്നും തോന്നിയില്ല. പിന്നെയാണ് ഇതെല്ലാം വെളിയിൽ വന്നു തുടങ്ങിയത്. പറഞ്ഞ മറുപടി
നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുത്. നല്ല അമ്മ. ഇതിലൊക്കെ പറയാൻ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പം വന്നിരുന്നും കൊണ്ട് കിച്ചുവിനെ അത് പറയുന്നു, അവനെ വെറും നെഗറ്റീവിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല കാര്യം രേണു ഒന്ന് ഓർമ്മിക്കണം. കിച്ചുവിൻ്റെ വീട്ടിലാണ് രേണു കയറി കിടക്കണം. രേണു കിടന്നും കൊണ്ടാണ് ഇത്രത്തോളം ആ കുട്ടിയെ നെഗറ്റീവിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് മനസ്സിലാക്കണം. പറയുന്നുണ്ടല്ലോ അതിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ അന്തരക്കെ അവരെ കാര്യമൊക്കെ വന്ന് പറഞ്ഞെന്ന്. അതൊക്കെ അറിവില്ലാത്ത അന്നത്തെ കാലത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ അത് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെയോ എന്തൊരു വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്ത പ്രവർത്തികളായിരിക്കും. അന്ന് രേണു ചെയ്തില്ലേ? എന്തെല്ലാം പ്രവർത്തികൾ രേണു ചെയ്തു, എന്തെല്ലാം. 10-20 വയസ്സായ ഒരു പയ്യനെ വെച്ചിട്ട് പോലും രേണുവിൻ്റെ കാര്യങ്ങൾ പുറത്ത് വന്നില്ലേ? എന്തെല്ലാം രേണു ചെയ്തു കൂട്ടി രേണു. ഇതൊക്കെ ഒന്ന് ഓർമ്മയിര്. അതൊരു കൊച്ചു മകനല്ലേ, നിൻ്റെ മോനെ പോലെ നിനക്ക് കരുതിക്കൂടെ? നിൻ്റെ മോനല്ല, ശരിയാണ്, എന്നാലും സ്വന്തം മകനെ പോലെ കരുതിക്കൂടെ? എന്തിനാണ് ഇതിനെ ഇങ്ങനെ നെഗറ്റീവ് ഇത് കണ്ടൻ്റാക്കി മറ്റുള്ള ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? അതൊരു പാവമല്ലേ? അതിന് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. എന്തിനാണ് അത് ചെയ്യണം? അതെങ്ങനെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അത് സ്വന്തമായിട്ട് ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. അത് നിൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടുന്നില്ലല്ലോ. നീ 50-100 കൊടുത്തതിന് വരെ വിളിച്ച് പറഞ്ഞില്ലേ രേണു? ബാക്കിയുള്ളവരെ കൊണ്ട് പറയിച്ചില്ലേ രേണു? എല്ലാവരും പ്രാർത്ഥിക്കാൻ രേണുവിൻ്റെ അസുഖം കുറയാനായിട്ട്.